വെൽക്കം ബാക്ക് ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഇന്ന് ഗ്യാസിനൊക്കെ ഭയങ്കര വില കൂടിയ സമയമല്ലേ. അപ്പോൾ ഗ്യാസ് ഇല്ലാണ്ട് നമുക്ക് അടുപ്പ് യൂസ് ചെയ്തിട്ടുള്ള കുക്കിംഗാണ് ഇന്ന് കാണിക്കണത്. അതിൽ ഞാൻ ഏത് തരം അടുപ്പാണ് ഇപ്പോൾ യൂസ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഈ യെസ്റ്റർഡേ ടുഡേ ടുമാറോ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോനേക്കാൾ നിറച്ച് പൂക്കളാണ്. ഇതിനെന്താ വട്ടായിട്ട് അത്രയും പൂക്കളായേക്കാന്ന് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മുല്ലപ്പൂവിനേക്കാളും തോൽപ്പിക്കണ ഒരു ഫ്രാഗ്രൻസ് ആണ് ഇപ്പോൾ ഇവിടെ വരണേ കേട്ടോ. നല്ല മണവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് മോരില്ല മോരുകറി എന്നൊക്കെ പറയണ മാതിരി മോര് ഒഴിക്കാണ്ട് തന്നെ മോരുകറിയുടെ ടേസ്റ്റ് വരുന്ന അന്ന് നമ്മുടെ വീട്ടിലുണ്ടാവണ ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ള ഒരു കറി. തനി നാടൻ ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം വാ. ഇത് ഞങ്ങളുടെ ഇരുമ്പമ്പുളിയിൽ സ്ഥിരമായിട്ട് 365 ദിവസവും പുളി ഉണ്ടാവും. കാരണം പുളിക്ക് ക്ഷാമല്ല കേട്ടോ ഇവിടെ. പാകത്തിനുള്ള വലിപ്പം നോക്കി പറിക്കാം. ചിലതൊക്കെ വലുതായിപ്പോയി. ഇതുപോലെ വട്ടത്തിൽ അരിയപ്പുളി ഇതെല്ലാം അരിഞ്ഞെടുക്കാം. പുളിയിൽ ഇത്തിരി പുളി കൂടുതലുള്ള കാരണം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഒരു 5 മിനിറ്റ്. അപ്പോൾ പുളി ഇറങ്ങിക്കോളും. ഇതാണ് ഞാൻ പറഞ്ഞ അടുപ്പ്. അതായത് ഇത് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വെയിറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിയത് ഇങ്ങനെ വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ട് വാങ്ങിച്ചതാണ്. 2-3 കൊല്ലമായി ഞാൻ ഇത് വാങ്ങിയിട്ട്. ഇത് മഴയൊക്കെ പെയ്യണ സമയത്ത് ഇവിടെ മഴ പെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് കത്തിക്കാമല്ലോ എന്ന് വെച്ചിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിയേട്ടാ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ കാലത്ത് ഗ്യാസിന് വില കൂടിയപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടുപ്പാണിത്. അതായത് സ്ഥലമില്ലാത്തവർക്ക്, അടുപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കാത്തവർക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് 500 രൂപയ്ക്ക് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇത് ഇതിലും വില കുറവിന് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലമില്ലെങ്കിലും കത്തിക്കാം. ആ കൂടി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ലെവലിൽ നമ്മളൊരു പീസ് എന്തെങ്കിലും ടൈൽ എന്തെങ്കിലും വെക്കണം. അപ്പോൾ ഈ വിറക് കറക്റ്റ് ലെവൽ ഇങ്ങനെ കിട്ടും, നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് അപ്പോൾ ഈ അടുപ്പിലാണ് ചെയ്യണത്. ഇത് കത്തിക്കാം നമുക്ക്. ഇത് കത്ത് പിടിപ്പിക്കാനൊക്കെ ഈസിയാണ്. നമ്മളൊരു മടിയൊന്ന് മാറ്റി വെച്ചാൽ മതി. പറമ്പുള്ളവർക്ക് ഈസിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ തെങ്ങിൻ്റെ പൊതുമ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിറകുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് കുറേ നേരം കത്തിക്കോളും. നമ്മുടെ തീ കത്തി പിടിപ്പിച്ച് കഴിഞ്ഞു. വെക്കാനായിട്ട് വളരെ കുറച്ച് നേരം മതി. അതുമാതിരി കുറച്ച് സാധനവും മതി. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം ഒരു അരമുറി നാളികേരം, ഒരു നാളികേരത്തിൻ്റെ പകുതി. പിന്നെ നമ്മൾ മോരുകറി ഉണ്ടാക്കണമായിട്ട് തന്നെ കുറച്ച് ജീരകം, ഒരു കുഞ്ഞ് സ്പൂൺ ജീരകം, ഒരു വെളുത്തുള്ളി, ഇത്തിരി പച്ചമുളക്. ഞാൻ കാന്താരി എടുത്തേക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊന്നും വേണ്ട. പിന്നെ നമ്മുടെ പുളി. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതി, താളിക്കാനുള്ളതാണ് പിന്നീട്. അപ്പോൾ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചത്, പച്ചമുളകും ഇതിട്ട് വഴറ്റാം. ഒന്ന് വാടി വന്നതിന് ശേഷം പുളി ഇട്ട് കൊടുക്കാം. വാടി വന്നു കഴിയുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നമ്മുടെ പുളിയും കൂടി ഇടാം. പുളിയും കൂടി ഒന്ന് വാടിക്കോട്ടെ. ഇതിലേക്ക്
ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ കല്ലുപ്പിട്ടാണ്. പുളി വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ തന്നെ വാടാറായി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മിക്സിൽ നാളികേരവും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും അത് ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം, കറിക്ക് ചാറ് വേണ്ടവർക്ക് അതനുസരിച്ചുള്ള വെള്ളം ഒഴിക്കാം. തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവും. ഇനി പിന്നെ കാച്ചി ഒഴിക്കേണ്ട ബുദ്ധിമുട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കറി ഇതേ ഇവിടെ തിളച്ചിട്ടുണ്ട്. കറി റെഡിയായി. ഇരുമ്പുളി ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇനി കറി കടുക് താളിക്കാം. കടുകിൻ്റെ പിന്നാലെ ഒരു നുള്ളു ഉലുവയിടാം. അപ്പോഴല്ലേ മോര് കറിയുടെ ടേസ്റ്റ് ആവാം. പിന്നെ നമ്മുടെ ഉണക്കമുളകും വേപ്പിലയും. നമ്മുടെ അടിപൊളി മോര് കറി, മോരില്ല മോര് കറി റെഡിയായി. ഇനിയൊരു ചക്ക ഉപ്പേരി വെക്കണതാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെ സീസൺ ആയല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിലും നിറയെ ചക്കകളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചക്കയാണ് ഞങ്ങൾ ഇട്ടിട്ട് കറി വെക്കണേ. മൂത്തിട്ടൊന്നുമില്ല, പക്ഷെ കറി വെക്കാൻ പാകമായിട്ടുണ്ട്. അപ്പം അത് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ച് വേപ്പിലൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കറി ഒലത്തിയെടുക്കണതാണ് കാണിക്കണത്. പലതരത്തിലും ചക്ക ഉപ്പേരി നമ്മൾ വയ്ക്കുമല്ലോ. ഇതിൽ ഞാൻ കുറച്ച് നാളികേരം, മുളക് മൂത്ത് കഴിയുമ്പോൾ നാളികേരം കുറച്ചിടും. അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ചേക്കണ ചക്കയും ചക്കക്കുരും കൂടിയിട്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം മൂക്കാത്ത ചക്കയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ആദ്യത്തെ ചക്ക കറി വയ്ക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കൂടുതൽ. അപ്പോൾ ദേ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നല്ല അടിപൊളി ചക്കുപ്പേരിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മോളിക്കോടിയും ഒരു പിടി നാളികേരം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഈ അടുപ്പിൽ വെക്കണ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ പുകയൊക്കെ അടിക്കണ കാരണമാണോ എന്നറിയില്ല, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് കറികൾക്കൊക്കെ കിട്ടും. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്ക്. നല്ല അടിപൊളി കറിയാണ്. അങ്ങനെയുള്ള അടിപൊളി ചക്കുപ്പേരിയും പിന്നെ നമ്മുടെ ഇരുമ്പുളിയുടെ പുളി കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളധികം കണ്ടിട്ടുണ്ടാവില്ലേ ഈ ഇരുമ്പുളി വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കറി വെക്കണത്. പാല് പിഴിഞ്ഞ് വയ്ക്കുക, നാളികേരം അരച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. ഇത് മോര് കറി പോലത്തെ ടേസ്റ്റിൽ അധികം പേര് വെക്കാറുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ അടുപ്പ് ഗ്യാസ് ഇല്ലാത്ത സമയത്ത് പരമാവധി ആളുകളൊക്കെയും അടുപ്പിൽ, ജോലിക്ക് പോകണവരെ ഉദ്ദേശമല്ല, വീട്ടിലിരിക്കുന്നവർ പരമാവധി അടുപ്പിലൊക്കെ കുക്ക് ചെയ്യാം. അപ്പോൾ ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. ചൂടുണ്ട് എങ്ങനെയുണ്ട്?
നമ്മുടെ അടിപൊളി മോരുകറി, മോരില്ല മോരുകറി റെഡിയായി.